ചൂടാ ഊയിട്ടാ ഞാൻ പൊല്ലുന്നു. റോസ്ലിൻ കൊണ്ടുവന്ന പായസം കിട്ടിയപാടെ വായിലേക്ക് മറിക്കാൻ നോക്കിയതാണ് ആദിയുടെ ബഹളം കണ്ടതും എടുത്ത പായസം അതുപോലെ തന്നെ വെച്ച് അന്നയെ നല്ല കുട്ടിയായി. അത് അമ്മച്ചിക്ക് എടുത്തതാ കുറുമ്പേ, നിങ്ങൾക്ക് ചൂടില്ലാത്തത് എടുത്തതേ ദേ ഈ ബൗളില്. നാക്ക് പൊള്ളിയോടാ? പൊല്ലിയില്ല, പക്ഷെ എന്നെ പോലെ ടോനിന്നു. ആക്രാന്തം കൂടിയാൽ ഇങ്ങനെയാ. തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നവൻ ആദ്യം കൂർപ്പിച്ച് നോക്കി. പോറ്റ അരിമോലെ ഞമ്മ പനി കൊരിച്ചാഞ്ഞേ. അന്നക്കൊച്ചിൻ്റെ ആ ഒരു ഉറപ്പ് മതിയായിരുന്നു ആദ്യയുടെ മുഖം തെളിയാൻ. ആള് ജോയെ നോക്കി പുറ്റിച്ച് പായസം എടുക്കാനായി തുടങ്ങിയതും നേരത്തെ പൊള്ളിയത് ഓർമ്മ വന്നതുപോലെ തിരികെ വന്നിരുന്നു. എൻ്റെ പായസം എടുത്തു വെച്ചേ, ബോളിലെ ചൂടില്ലാത്ത പായസ വേണ്ട നീതിയാലോ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നതാണല്ലോ. അതാണോ ആദ്യ കൊച്ച കുടിക്കാത്തേ? അയ്യേ നാണക്കേട്. എല്ലാവരും കുടിക്കുന്നോണ്ട് തനിക്ക് മാത്രം കിട്ടിയതുമില്ല. കൂടെ ജോയിയുടെ കളിയാക്കലും എല്ലാം കൂടിയായപ്പോൾ ആദ്യക്ക് ശരിക്കും സങ്കടം വന്നു. കുടുംബി അവിടെ നിന്ന് പിണങ്ങിപ്പോകാൻ തുടങ്ങുവാണെന്ന് മനസ്സിലായതും ഡേവി തൻ്റെ പായസം അവൾക്ക് നേരെ നീട്ടി. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരാൾ ആദ്യയെ പിടിച്ചു നിർത്തി പായസം എടുത്ത സ്പൂണ് നീട്ടിക്കഴിഞ്ഞിരുന്നു. കഴിച്ചോ, ഇതിന് ചൂടില്ല. നീരുവോ? നീരത്തില്ല, നല്ല ശീഷ്ടാന്. ഞാൻ ഒന്നൂരി ഊരിത്തരാവേ. പറയുന്നതോടൊപ്പം തന്നെ അന്നെ കൊച്ചു ഊതി ആ സ്പൂൺ ആദ്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പായസത്തിൻ്റെ രുചി കിട്ടിയതും ആ കുഞ്ഞിക്കണുകൾ വിടുന്നു. അത് കണ്ടതും അന്നയുടെ മുഖത്തും ചിരി വിരിഞ്ഞു. ഇഷ്ടായോ? നല്ല ശേഷമുണ്ട്. ഇനി വേനു ഞാൻ തരാവേ. വാ തോന്നി. ഒരു സ്പൂൺ പായസം തൻ്റെ വായിലേക്കും മറ്റു സ്പൂൺ 2 വട്ടം മൂതി ആദ്യയുടെ വായിലേക്ക് വെച്ച് കഴിക്കുന്നവരെ കണ്ടു നിന്നവരുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. ഡെവി മറ്റൊരു ഗ്ലാസ്സിലിരുന്ന പായസം കൂടി ചൂട് മാറ്റി അന്നയുടെ ബൗളിലേക്ക് ഒടിച്ചു. ചേച്ചി അനിയത്തിക്ക് ഇതുകൂടി കൊടുക്ക്. ഞാൻ ചേച്ചിയാനോ? അപ്പം ഞാനാരാ? അനിയത്തിയോ? പറഞ്ഞതുപോലെ ഇവരിൽ ആരാ മൂത്തത്? ആദ്യം മെയ് മാസം 16 അന്നക്കുറിച്ച് 15 ഒരു ദിവസത്തെ വ്യത്യാസം. സത്യം പറഞ്ഞാൽ ഇരട്ടകളായിട്ട് കൂട്ടാൻ രണ്ടിനെയും സ്വഭാവം പോലെ ഒരുപോലെയല്ലേ? അപ്പം ഞങ്ങളാരാ ചേച്ചി? എൻ്റെ അന്നക്കുറിച്ച് തന്നെ. അപ്പം ഞാൻ അനിയത്തി. ഹായ് ചേച്ചിയെ. അനിയത്തിയെ വേണ്ട, രക്ഷയല്ല. ഞാൻ ആദ്യമോലിന് വിളിച്ചുവല്ല, അത് നല്ല പേര്. ഞാൻ പച്ച ചേച്ചിയെന്നും അന്നക്കുറിച്ചെന്നും വിളിച്ചുവേ. പറയുന്നതിനോടൊപ്പം തന്നെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനും മറന്നില്ല. ഇനിയിപ്പോൾ ഈ പിള്ളേരുടെ കാര്യം വെച്ച് താമസിപ്പിക്കണോടാ. ജീവൻ്റെയും റോസിലിൻ്റെയും കാര്യമാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി. ജീവനും ആ സംസാരം പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു കിടപ്പ്. ഞാൻ പറയുന്നത് നമുക്ക് ലീഗലി ഇവരുടെ മാരേജ് നടത്താം. അങ്ങനെ വരുമ്പോൾ കുര്യനോ അലക്സിനോ പിന്നെ ഒന്നും പറഞ്ഞ് വരാൻ പറ്റില്ല. എനിക്കും അത് തന്നെ അഭിപ്രായം. പക്ഷേ ഇവരല്ല തീരുമാനം പറയേണ്ടത്. എനിക്ക് സമ്മതം. സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മാരേജ് എത്രത്തോളം ആവശ്യമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് എതിർപ്പൊന്നുമില്ല. ദൈവം സഹായിച്ച് ഈ വിരലുകൾക്ക് ചലനുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിടാം. അവൻ പറഞ്ഞു കഴിഞ്ഞതും റോസ്ലിൻ അവൻ്റെ അടുത്തേക്കിരുന്നു. നിനക്കിവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും അത്യാവശ്യമായിപ്പോയി. അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ജീവൻ ഇതിന് സമ്മതിക്കുള്ളായിരുന്നു. ആ പോട്ടെ, എണീറ്റിട്ട് നമുക്ക് വീണ്ടും കെട്ടാടി. അതിന് നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അവൻ്റെ കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ അവളും അറിയാതെ ചിരിച്ചു പോയി. കോളേജിൽ ആ പഴയ തമാശക്കാരനായ സാറിനെ തിരികെ കിട്ടിയ സന്തോഷമായിരുന്ന വിളി. ഹോ, ഇപ്പോഴാ സമാധാനമായത്. പെങ്ങളെ കെട്ടാൻ പോകുന്നവൻ ജാണത്തിൻ്റെ എന്തൊക്കെ ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു വൈബായിരുന്നല്ലേ. ഞാനിപ്പോഴല്ലേ ട്രാക്കിലെത്തിയത്. ഒന്ന് എണീറ്റോട്ടളിയാ, നമുക്ക് പൊളിക്കാന്നേ. അത് കേട്ടാ മതി. ഇന്നത്തെ ദിവസം കൊള്ളാലോ. ഞാനിന്ന് ആരെയാ കർത്താവ് രാവിലെ കണ്ടത്? അത് തന്നെ എന്നും കാണാനായിരുന്നു. കണി കണ്ടത് പിള്ളേരെ ആവും. രാവിലെ രണ്ടും കൂടി കട്ടിലിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾ ഉണർന്നിട്ടുമില്ല. അവ പിള്ളേർ തന്നെയാവും. ജോയും അപ്പോഴാണ് രാവിലത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഉറുമ്പുംകൂട്ടിൽ വീണ് സ്വപ്നം കണ്ടെന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് നെഞ്ചിലെ രോമവും വീഴുന്ന അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന മുതലുകളെ കണ്ടത്. ചോദിച്ചപ്പോൾ പറഞ്ഞതോ പുല്ല് പറിച്ചതാണ് പോലും. കേട്ടപ്പോൾ അത് രണ്ടിനെയും ഓടിച്ചതാണ്. ഓടുന്ന കൂട്ടത്തിൽ ബാക്കും കുലുക്കി പോകുന്നവർ ഓർമ്മ വന്നതും ജോയി തലയൊന്ന് കുടുങ്ങി. അറിയാതെ അവൻ്റെ കൈ നെഞ്ചിലേക്ക് പോയി. നീ ഇതേത് ലോകത്താടാ? ഞാനേ എൻ്റെ കണിയെ പറ്റി ഓർത്തതാ. എന്നും അത് തന്നെയാണെങ്കിൽ നെഞ്ചിൽ പൂടിയൊന്നും ബാക്കി കാണില്ല. എന്തോന്ന് ഇവൻ വല്ലതും നേരെ പറയുന്നെന്ന് തോന്നുന്നുണ്ടോ കൊച്ചേ നിനക്ക്? അതങ്ങനെ ഒരുത്തൻ. ജോയി എന്തോ പറയാൻ വന്നത് മോളിക്കുട്ടി അവൻ്റെ പുറത്തേക്ക് ചാരി നിന്നു. എന്നാടി? ഓ, ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യെന്നേ, ഒരു താങ്ങിന് ചാരിയതാ. മോളിക്കുട്ടി ചാരിയത് കണ്ടതും വൈകുകയും ചെന്ന് ഡെവിയെ ചാരി നിന്നു.
അവൻ നോക്കുന്നത് കണ്ട് അവൾ എന്താണെന്ന രീതിയിൽ പുരികം പൊക്കി. കുറച്ചുകൂടി നീങ്ങി നിൽക്കടി, എന്നാലല്ലേ എൻ്റെ കൊച്ചിനെ അതിൻ്റെ പപ്പയുടെ ചൂട് കിട്ടൂ. അവൻ്റെ കുറുമ്പ് നിറഞ്ഞുള്ള മറുപടി കേട്ടതും അവൾ തോളിലേക്ക് തലവെച്ചു. അപ്പോഴേക്കും ഒരാൾ കൂടി അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി. എനിക്ക് വേഞ്ഞ പാപ്പയുടെ ചൂരി. അത് കണ്ടതും ജോയി ഡെബിയെ കാണിക്കാൻ വേണ്ടി കളിയാക്കി ചിരിച്ചുകൊണ്ട് മോളിക്കുട്ടിയെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായ ഗ്യാപ്പ് കണ്ടവൻ നിലത്തേക്ക് നോക്കി. അവിടെ കുറ്റിയടിച്ച പോലെ നിൽക്കുന്ന ആളെ കണ്ടതും അപ്പുറത്ത് ഡെബിയുടെ ചിരി വരുന്നതാണ് അവൻ കേട്ടത്. നിനക്കും ചൂട് വേണമായിരിക്കും അല്ലേ? എനിക്ക് ചൂരൊന്നും വേണ്ട, വാവ ഒങ്ങൊന്ന് ചോദിച്ചാൽ മഞ്ഞയാ. അല്ല, അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. മഞ്ഞത്തിൻ്റെ പയ്യാരെ പപ്പേ, അമ്മയുടെ വയറ് കുഞ്ഞല്ലേ, അവിടെ ഒന്നും ശേലം കാണില്ല, വെളിയിൽ വന്നിട്ട് വേണം ഡാൻസ് കച്ചാൻ. ആ മറുപടി കേട്ടതും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നവന് മനസ്സിലായി. അല്ലെങ്കിൽ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അലക്സ് ഏതോ പെങ്കച്ചനോട് ഏതോ പോക്കിരിത്തരം കാണിക്കാൻ നിന്നിട്ട് അതിന് ആങ്ങളമാർ നല്ലതുപോലെ പെരുമാറിയിട്ടുണ്ട്. ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ കുര്യനെ കണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ചെറുക്കനൊരു വിഷ ജന്തുവാ. അവിടെ ആരാ അങ്ങനെ അല്ലാത്തത്? ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്ന് നിനക്ക് പോലെ അവാർഡ് തരണം. വേറെ വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങളുടെ മനസ്സിലും വില്ലത്തി ആയതില്ലേ ഞാൻ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതിനെപ്പറ്റി ഇനിയൊന്നും പറയണ്ട. എന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞോ? നേർച്ചയായിട്ട് വരുന്നത് പോലെ ഇടയ്ക്ക് വന്ന് കണക്കിന് വാങ്ങിയിട്ട് പോകുന്നതല്ലേ തന്തയും മോനും? ഒരാഴ്ചയായിട്ട് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും സുഖവിവരം തിരക്കായിരുന്നു. അപ്പോഴുണ്ട് അങ്ങനെയൊക്കെ ക്രിമികടി. എത്ര കിട്ടിയാലും അവനൊന്നും നേരെയാവാൻ പോണില്ല. പിന്നുള്ളൊരു ആശ്വാസം എന്താന്ന് വെച്ചാൽ നമ്മളോട് ചെയ്തതിനെല്ലാം ഇങ്ങനെ ഇഞ്ചിഞ്ചായി കടം കൊടുത്ത് തീർക്കാം. ഒറ്റടിക്ക് കൊടുക്കുന്നതിന് നല്ലതാ. പക കൊണ്ട് നടക്കുന്നവരാ, സൂക്ഷിക്കണം. അതിലും പക ഈ നെഞ്ചിലുണ്ട് മോളെ. എല്ലാത്തിനും എണ്ണി കൊടുക്കും. അതിനു മുമ്പ് നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഇപ്പോഴും നീ കുരിശുങ്കലിൽ തന്നെയാണ്. അതിൻ്റെ അധികാരം കാണിക്കാൻ ഇനിയും അവർ വരും. അതിനു മുമ്പ് നിന്നെ അവരിൽ നടത്തി മാറ്റണം. അതെ, വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടത്തുന്ന ഉപ്പുചാക്കാണത്. അതെനിക്ക് എന്നേക്കുമായി ഉപേക്ഷിക്കണം. നിങ്ങളുടെ രണ്ടിൻ്റെയും ഒരു സമ്മതം മതിയായിരുന്നു എനിക്ക്. ഇനി എന്താണ് വേണമെന്ന് എനിക്കറിയാം. ദിവസങ്ങൾക്ക് ശേഷം അച്ചുറ്റി ഇറ്റുറ്റി വരമ്പിൽ കയ്യെ കുറ്റി കരിഞ്ചുറ്റി ചീപ്പ് വല്ലൻ ടാരാ മകളെ കയ്യിലൊരു വാഞ്ചി. ഹായ്, ആരിമല വന്നേ, അതിന് ഞാനോട് എന്നെ പിറ്റാൻ വന്നേ. ആ ജെഡി 1 2 3 ഷാറ്റ് ഓടിച്ചോ. പേരയുടെ ചുറ്റിനും കിടന്നോടുന്ന പിള്ളാരെയും അവരെ നോക്കിക്കൊണ്ട് ചാമ്പൊക്കെ കഴിക്കുന്ന ഗർഭിണികളെയും കണ്ടാണ് ജോയ് വരാന്തയിലേക്ക് വരുന്നത്. ഗർഭിണികൾ രണ്ടും കൂടി ചാമ്പൊക്കെ തിന്നുവാ, അല്ല തേങ്ങ ചിരകുവാ. എന്നെ എനിക്കിതിൽ തേങ്ങ വേണം. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പാത്രത്തിൽ നിന്നും 5-6 ഒന്നിച്ച് വാരിയെടുത്തു. എന്തുവാ ജോയ്ജായി കാണിക്കുന്നത്? അത് ഞങ്ങളുടെയാ, അതിനിവിടെ പ്രസക്തിയില്ല. ആദി അന്നെ ഓടിവായോ, ദേ ഞങ്ങളുടെ ചാമ്പക്ക മുഴുവൻ വാരി തിന്നുന്നേ. ആ വിളി കേൾക്കേണ്ട താമസം കളി നിർത്തി രണ്ടും അവിടെ ഹാജർ വെച്ച് കഴിഞ്ഞിരുന്നു. ജോയി പകുതിക്ക് കഴിച്ച ചാമ്പക്ക വായിൽ തന്നെ വെച്ച് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. ഓ, നിങ്ങളാണോ പുതിയ ബോഡി ഗാർഡ്സ്? കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ ഞാൻ 5-6 പറക്കിയെടുത്തു. അതിനിപ്പോൾ എന്നാ? കൊതി ചോദിച്ചാൽ ജോപ്പാപ്പേര് വയറ്റിലാണ് വാവ കയറ്റിന് അയങ്ങ് കൊറ്റേ. എനിക്കിപ്പോൾ മനസ്സില്ല, ഈ നാട്ടിൽ ഗബ്രികൾ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. ഗർഭിണിയല്ല, ഗർഭിണി. ഞാറ്റ് വെച്ചാലേ പയ്യാൻ പറ്റൂ. അയ്യോ, ആരാ ഈ പറയുന്നത്? പല്ല് തേക്കാൻ നേരം പേസി പിഴുങ്ങുന്നവളാ. എന്നാ പറഞ്ഞാലും ഞാൻ ഇത് തരില്ല, ഇനിയെടുക്കും. പറഞ്ഞുകൊണ്ട് തന്നെ ജോയി അതിൽ നിന്ന് 2 കൂടി എടുത്തു. ആദ്യം എന്തോ പറയാൻ വന്നതും അന്നക്കൊച്ചനും സമ്മതിക്കാതെ അവളുടെ കൈയും വലിച്ച് അകത്തേക്ക് നടന്നു. ആ പേടി നല്ലതാ. എന്നാലും ഒന്നും പറയാതെ അവനെന്താ അകത്തേക്ക് പോയത്? ഭയം, വെറും ഭയം. മോളിക്കുട്ടി അവനെയൊന്ന് പുച്ഛിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ചാമ്പൊക്കെ തട്ടിപ്പറിച്ചെടുത്ത് കടിച്ചു. അത് എൻ്റെ അടി, നിങ്ങൾക്ക് രണ്ടിനും ഒരു പാത്രം നിറയിരിപ്പില്ലേ? എന്നാലും തരില്ല. ഇത് കുഞ്ഞുപാവകൾക്ക് വേണ്ടി ഞങ്ങളുടെ പിള്ളേർ ഭാർഗീസേരൻ്റെ കൂടെ പോയി പറിച്ചിട്ട് വന്നതാ. ഓ, ഇത്തപ്പോൾ ആ വഴി വന്നതാണല്ലേ. ഞാൻ കരുതി നിന്നെ കെട്ടിയ പോലീസ് രാവിലെ മരത്തിൽ കയറിയത്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത്തിരി ലവലോലിക്ക് കൊണ്ടുതരാൻ പറഞ്ഞിട്ട് ദിവസം എത്രയായി? എന്നിട്ട് മരുന്നിനുണ്ടെങ്കിൽ കൊണ്ടു തന്നോ? കിട്ടാത്ത സാധനം ഞാൻ ആവാഹിച്ചെടുക്കണോ? വല്ല സീസണൽ ഫ്രൂട്ടും പറയും. അതാകുമ്പോൾ എപ്പോൾ എത്തിച്ചെന്ന് ചോദിച്ചാൽ മതി. പിന്നെ സീസൺ നോക്കിയിട്ടല്ലേ കൊതി തോന്നുന്നത്. നീ വിഷമിക്കണ്ട, ഈ ചായ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ, അവനിപ്പോൾ അതാണല്ലോ അവിടെ പണി. കളിയാക്കണ്ട, സ്നേഹമുള്ള കെട്ടിയന്മാർ അങ്ങനെയാ. എനിക്ക് കിട്ടിയത് മാത്രം പൊട്ട് തേങ്ങയും. ആരടി പൊട്ടു തേങ്ങ? നിങ്ങൾ തന്നെ. വാവേ, നിന്റെ പപ്പക്ക് അമ്മയോട് ഒരു സ്നേഹമില്ല.
അതുകൊണ്ട് അമ്മ ഇതിനെ ഓയിൽസിലിട്ട് വേറൊരെണ്ണത്തിനെ വാങ്ങാൻ പോവാ. നിന്നെ ഇന്ന് ഞാൻ ഒന്ന് നിർത്ത്, കണ്ട അടിയ രണ്ടും കൂടി. ഇപ്പൊ പ്രശ്നം എന്താ? പൊട്ടുതേങ്ങയല്ലേ? ജോയിച്ചാൻ അതാണെന്ന് അറിയാലോ, പിന്നെ അങ്ങ് സമ്മതിച്ച് കൊടുത്തേക്ക്. എന്തിനാ വെറുതെ എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കുന്നത്? നീ പറഞ്ഞോണ്ട് ഞാൻ അല്ല, എന്നാ നീ പറഞ്ഞേ? വൈകി ചിരിയോടെ മോളിക്കുട്ടിയുടെ പിന്നിലേക്ക് ഒളിച്ചു. അമ്മച്ചി എവിടെ കിടന്ന് വിളിയോട് വിളിയാ. ജോയിച്ചാൻ ഇവിടെ അവരോട് വർത്താനം പറഞ്ഞ് നിൽക്കുവാണോ? അവരുടെ അടുത്തേക്ക് ഇരുന്ന് കൊണ്ട് റോസ്ലിൻ ചോദിച്ചു. എന്നാടി, ഞാനിപ്പോഴല്ല അവിടെ ഇങ്ങോട്ട് വന്നത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ആദ്യം മന്നേ ഉണ്ട് അവിടെ. അവരുടെ ഉടക്ക് വല്ലതും ഇട്ടോ? ഞാൻ 2 ചാമ്പൊക്കെ കടിച്ചെന്ന് തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതിത്ര വലിയ പാതകാണെന്ന് അറിഞ്ഞില്ല, ക്ഷമിക്കണം. ഇനി അവിടെ എന്നാന്ന് ചെന്ന് നോക്കട്ടെ. മുണ്ടും മടക്കി അകത്തേക്ക് നടന്നു പോകുന്നവരെ കണ്ട് റോസ്ലിൻ കാര്യം മനസ്സിലാവാതെ അവിടെ ഇരിക്കുന്നവരെ നോക്കി. പറയാം, നീ ഇവിടെ ഇരിക്ക്. ജീവൻ എങ്ങനെയുണ്ട്? പെയിന് നന്നായിട്ടുണ്ട്, പക്ഷേ ആൾ നല്ല കൂളാണ്. അത് കാണുമ്പോൾ വിഷമിച്ചിരിക്കുന്ന നമ്മൾ പോലും ചിരിച്ചു പോകും. ജീവന്റെ സർജറി കഴിഞ്ഞു കേട്ടോ. ആളിപ്പോ റെസ്റ്റിലാണ്. അതിനിടയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു. ലീഗലി റോസ്ലി ഇപ്പോൾ ജീവന്റെ വൈഫാണ്. കോച്ചതിന്റെ ത്രില്ലിലാണ് നടപ്പ്. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ! ജോയുടെ വലിയ വായിലുള്ള നിലവിളി കേട്ടാണ് അവരുടെ ശ്രദ്ധ വീടിന് സൈഡിലേക്ക് പോയത്. അവിടുന്ന് ഓടി വരുന്നവനെയും അവന്റെ പിന്നാലെ ഓടുന്ന അമ്മച്ചിയെയും കണ്ടാണ് അവർ 3 പേരും എഴുന്നേറ്റത്. എന്താ പറ്റിയേ? ആ പിള്ളേരെന്നതൊക്കെയോ പറഞ്ഞു കൊടുത്ത് മടലും കൊണ്ട് തല്ലാൻ വന്നത് കണ്ടില്ലേ? എന്നതൊക്കെയാണോടാ? കൊച്ചുങ്ങൾ പറിച്ചോണ്ട് വന്ന ചാമ്പൊക്കെ നീ എടുത്ത് എറിയല്ലേ? കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഇനി അവരുടെ പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കിയ പേരകമ്പ് വെട്ടി വെക്കും ഞാൻ. എറിഞ്ഞോ? ആര്? നീ? ഇനി ഒന്നും പറയണ്ട, എല്ലാം അവർ പറഞ്ഞു. ജോയ് വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ടതും ചിരിക്കണോ കരയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് മറ്റുള്ളവർ. ഗേറ്റ് കടന്നവരുടെ ഡെവിയുടെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവരുടെ ശ്രദ്ധ അവിടേക്കായി. അവന്റെ പിന്നിലായി മാലിക്കുണ്ടായിരുന്നു. നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോടാ? അതെന്ത് ചോദ്യം അമ്മജി? തിരക്കായി പോയണ്ടല്ലേ, ഒന്ന് ക്ഷമിക്കുന്നേ. ഉവ്വ, എനിക്കറിയാലോ നിന്റെയൊക്കെ തിരക്ക്. വന്ന കാര്യം നിൽക്കാതെ കയറി വാടാ. അതിനു മുമ്പേ ഗർഭിണികൾ ഈ കവർന്ന് പിടിച്ചേ. ഫ്രൂട്ട്സാ, പിന്നെ ലൗലോലിക്കുണ്ട്. കൊതിച്ചികൾക്ക് ഉമ്മ തന്ന് വിട്ടയാ. ഉമ്മ എങ്ങനെ അറിഞ്ഞു? ജോച്ചായം വിളിച്ചായിരുന്നു, അവിടെ എവിടെയും ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞു. അതിന് പിന്നാലെ ഡേവിച്ചായനെ വിളിച്ചു. പിന്നെ ഞാൻ ആ നാട് മുഴുവൻ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ കിട്ടാതെ വീട്ടിൽ വന്നപ്പോ ദേ കവർ നിറയെ ലൗലോലിക്കുമായി ഉമ്മ നിൽക്കുന്നു. വല്യപ്പയുടെ വീട്ടിലുണ്ടായത് പോലും ഉമ്മ തന്നെ പോയി പറിച്ചതാ. മോളിക്കുട്ടി ജോയെ നോക്കിയപ്പോ അവൻ ജാട കാണിച്ച് അവളെ മൈൻഡ് ചേർത്ത് നിന്നു. ഇവൻ കൊണ്ടുവരുന്ന അറിഞ്ഞിട്ടാണോ നിങ്ങൾ നേരത്തെ ഒന്നും മിണ്ടാതെ നിന്നേ? അതിന് ഞാനിവരെ രണ്ടിനെയും വിളിച്ചിട്ടില്ല, നേരെങ്ങ് പോകുന്നതാ. അത് കേട്ടതും ജോയി മോളിക്കുട്ടിയെ നോക്കി ചിരിച്ച് കാണിച്ചു. അവളവനെ നോക്കി ചുണ്ടുകൊട്ടി. അല്ല, അമ്മച്ചിയും മള്ളും കൊണ്ട് എവിടേക്കാ? അത് ഇവരിട്ട് 2 കൊടുക്കാൻ എടുത്തതാ. പിള്ളേരോട് വെറുതെ വഴക്കിടാൻ നടക്കുവാടാ. ഞാനോ? അല്ല, ഞാന്. എടാ, നിനക്കറിയാലോ ഇവിടുത്തെ പീക്കരികളെ നല്ല പോലെ. അതുങ്ങളുടെ പണിയാടാ. എന്നിട്ട് അവരെവിടെ? 2 ജീവന്റെ അടുത്തുണ്ട്. ജോയെ പറ്റി പരാതി പറിച്ച് തകർക്കുക അവിടെ. അവിടേക്ക് വന്നുകൊണ്ട് വിഷൻ പറഞ്ഞതും എല്ലാവരും അയാൾക്ക് പിന്നാലെ മുറിയിലേക്ക് നടന്നു. എന്നിട്ടുണ്ടല്ലോ 1 മിനിറ്റ് ആമ്പ കയറ്റി മിറ്റിറ്റോറ്റ് എരിഞ്ഞു. ഒരെന്നം പോലും അമ്മറ്റും മോൽറ്റിനും കിട്ടിയില്ല. എടാ ഭയങ്കര. എന്നിട്ട് എൻ്റെ മക്കൾ അവനൊന്നും ചെയ്തില്ലേ? അങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ. ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. മടലിതേ നെറുകി നിലയിട്ട് കൊള്ളാത്തത് എൻ്റെ ഭാഗ്യം. എന്നിട്ട് നട്ടാ മുളക്കുന്ന നോണ പറയുന്നത് കേട്ടില്ലേ? വാതിലിൽ ജോയെ കാണുന്ന 2 എണ്ണവും കട്ടിൽ നിന്ന് ചാടി ഇറങ്ങി മനാഫിന്റെ പിന്നിലേക്ക് ഒളിച്ചു. അങ്ങില്ലേ ഡാക്കുല് പിച്ചും. ഡാ മനാഫെ, നീ അതിനെ 2നെയും കൂടി പിടിച്ചിട്ടേ. മഫാനെ, കൊക്കല്ലേ? കോക്കാച്ചിയാ. കോക്കാച്ചിയോ? പറഞ്ഞുകൊണ്ട് തന്നെ അവൻ 2 പേരെയും മനാഫിന്റെ പിന്നിൽ നിന്നും വലിച്ച് മുന്നിലേക്ക് നിർത്തി. മുഖത്തേക്ക് നോക്കിയേ? ഇല്ല. വൈകിട്ട് ഞാനൊന്ന് കുളത്തിൽ പോവാന്ന് വെച്ചതാ. കൂട്ടിന് നിങ്ങൾ കാണുന്ന കരുതിയത്. ഇനിയിപ്പോൾ പെണക്കാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തനിയെ പോവാം. അയ്യോ, ആര് പെനങ്ങി? ഈ മഫാൻ പപ്പയുടെ കുറ്റം മഞ്ഞപ്പോലും ഞങ്ങൾ പയ്യ വാഞ്ഞു. ഇത്തിരി നല്ല പപ്പ എവിടെയാ കിട്ടൂഞ്ഞേ? ആയേ, ജോ പപ്പ സൂപ്പറല്ലേ. കൊല്ലത്തെ പോയാ പോവിന്നെ. അവസരത്തിനൊത്ത് പ്ലേറ്റ് മരുന്നത് കണ്ടില്ലേ ബാൽമാക്കരികള്? മനാഫ് പറഞ്ഞു. ചോരി, ഇപ്പൊ ഇങ്ങനെ പഞ്ഞില്ലേ പപ്പ കൊണ്ടുപോവില്ല, അതല്ലേ? മനാഫിന് കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ആ ഡയലോഗ്. കള്ളക്കുറുമ്പികള്, അമ്മച്ചി പറഞ്ഞു. സത്യത്തിൽ ഇവര് രണ്ടുമില്ലേ ഈ വീടിന്റെ ശബ്ദം
അതുകൊണ്ട് ഇത്തിരി കുറുമ്പൊക്കെ ആകാം. അല്ലേലും ജീവ പാവ ഉമ്മ. അപ്പൊ എനിക്കില്ലേ വാൽമാക്കി നീ വിളിച്ചില്ലേ, അതിൻ്റെ ഉമ്മയില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണം. രണ്ടിനെ രക്ഷിക്കാൻ പോയതല്ലേ, കണക്കായിപ്പോയി. അതും പറഞ്ഞ് ജോയി ടേബിളിൽ നിന്ന് ഗ്ലാസ്സിലെ വെള്ളം വായിലേക്ക് കുടിച്ചു. ഒരിറക്കവന് ഇറക്കിയതും ആദ്യം മന്നെയും മോടിപ്പോയി ജീവെടുക്കുന്ന കടന്റെ പിന്നിലേക്ക് ഇരുന്നു. എന്താടാ ആ വെള്ളത്തിലെ ചെറുതായി ഉപ്പിട്ടിരുന്നു. ഉപ്പോ? എടാ ഇത് ഉപ്പല്ലടാ, ഇത് നിങ്ങൾക്ക് പിന്നെയും കുപ്പി മാറി. വിളിച്ചു പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുന്നവനെ കണ്ട് കാര്യം മനസ്സിലാവാതെ എല്ലാവരും ജീവന്റെ ബെഡിന്റെ സൈഡിലേക്ക് നോക്കി. അവിടെ കാര്യമായി ആലോചിച്ചിരിക്കുന്ന ആദ്യം പെട്ടെന്നെന്തോ കിട്ടിയതുപോലെ ചാടി എഴുന്നേറ്റു. ഷോരി ഉപ്പല്ല, ഷോപ്പ് പൊടി ആയിരുന്നു, പഴയ പോലെ മാറിപ്പോയി. ഞാൻ വെച്ചു മാത്രം ഉപ്പ് കിട്ടാറ്റ എൻ്റെ പോറ്റെ അറ്റ പറ്റി നക്കി നോക്കി തീരാം. കാര്യമായി പറഞ്ഞ് തലയാട്ടുന്നവരെ കണ്ട് എല്ലാവരും തലക്ക് കൈ കൊടുത്തു. ഇതിങ്ങൾ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ കിടക്കുന്നു, ഇനി വരാനുള്ളത് എങ്ങനെയാണെന്ന് ആർക്കറിയാം. എല്ലാം കൂടി ഈ വീട് തലയിരിച്ച് വെക്കാതിരുന്നാൽ മതിയായിരുന്നു. വൈക അറിയാതെ പറഞ്ഞു പോയി. അവളുടെ വാക്കുകൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവരും ഒരു നെടുവേർപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ ചിരിയും വഴക്കും കുസൃതിയും നിറഞ്ഞ വീട്, അതിലും വലിയൊരു സന്തോഷമുണ്ടോ? ഇതുപോലെ ഒരുപാട് കുറുമ്പുകൾ നമ്മുടെ ചുറ്റിനുള്ളിൽ. അവർക്കായിട്ടാണ് ഈ കഥ. ഒരുപാട് സ്നേഹത്തോടെ അരികിലെന്ന ഈ സ്റ്റോറി ഇവിടെ തീരുകയാണ്. സോറി, അവസാനിച്ചിട്ടില്ല. ആദ്യം മന്നെയും പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അവിടെ ബാക്കി കുസൃതികളും സന്തോഷങ്ങളുമായി വീണ്ടും വരും വരെ തൽക്കാലത്തേക്കൊരു വിട. സ്നേഹപൂർവ്വം സാലിം കരുണായി.